Celebrating 50 years. Majestic Jewelers. താനൂർ നിയോജക മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കാൻ കാരണം ബിജെപിയുമായി ഉണ്ടാക്കിയ രഹസ്യബന്ധത്തിന്റെ ഫലമാണെന്ന് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൽ ചേർന്ന അഡ്വക്കേറ്റ് പി റൌഫ് താനൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ കാലത്തെ UDF MLAമാർ കൊണ്ടുവന്നതോ വിഭാവനം ചെയ്തതോ ആയ പദ്ധതികളല്ലാതെ കഴിഞ്ഞ 5 വർഷത്തിനിടെ താനൂരിൽ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ധാർമ്മികതയും മൂല്യങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇടത് സ്ഥാനാർത്ഥി താനൂരിൽ ബിജെപിയോട് ചങ്ങാത്തം കൂടിയത്. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിച്ചു കയറുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്നും നയപരമായ ഒരു നിലപാടും തെരഞ്ഞെടുപ്പിൽ പുലർത്തിയില്ലെന്നും അഡ്വക്കേറ്റ് പി റൌഫ് പറഞ്ഞു. വളരെ പതിറ്റാണ്ടുകളായി സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നേടിക്കൊണ്ടിരുന്ന വോട്ടുകൾ കുത്തനെ LDFിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോയ ഒരു കെമിസ്ട്രിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ അബ്ദുറഹ്മാൻ LDFിൻ്റെ പ്രതിനിധിയായി ഇവിടെ വിജയിക്കാൻ കാരണമായത് എന്ന് ഞാൻ ആദ്യമായി ആമുഖമായി പറയുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടുകളായി നേരത്തെ ജനസംഘം എന്ന രീതിയിലും 1980-ൽ ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടതിന് ശേഷം BJPക്ക് വളരെ വർദ്ധിച്ച വോട്ട് കിട്ടുന്ന മേഖലകളൊക്കെ തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് താനൂർ മുനിസിപ്പാലിറ്റിയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും വളരെ ശക്തമായിട്ടാണ് BJPയുടെ വോട്ട് കുറഞ്ഞത്. ആ കുറഞ്ഞ വോട്ടുകളൊക്കെ തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് അപ്പടി തന്നെ ഷിഫ്റ്റ് ചെയ്തതായിട്ട് ഇലക്ഷൻ്റെ വോട്ടിംഗ് നമ്മൾ പരിശോധിക്കുമ്പോഴും അതിൻ്റെ ഒരു പാറ്റേൺ പരിശോധിച്ചാലും വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുമാത്രമല്ല, താനൂർ കഴിഞ്ഞാൽ BJPക്ക് വളരെ വ്യക്തമായിട്ട് സ്വാധീനമുള്ള ഒഴൂരിൻ്റെ മേഖലകളിൽ, അതുപോലെ തന്നെ താണാനൂർ പഞ്ചായത്തിൽ കേരളാധീശ്വരപുരം മൂലക്കൽ മേഖലകളിലൊക്കെ തന്നെ BJPയുടെ വോട്ടുകൾ ഏറെക്കുറെ പകുതിയോളം LDFിൻ്റെ സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്ന ഒരു കെമിസ്ട്രിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഇവിടെ വിജയിപ്പിക്കാൻ തന്നെ കാരണമായിട്ടുള്ളത് എന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ കാലത്തെ UDF MLAമാർ കൊണ്ടുവന്നതോ വിഭാവനം ചെയ്തതോ ആയ പദ്ധതികളല്ലാതെ കഴിഞ്ഞ 5 വർഷത്തിനിടെ താനൂരിൽ ഒന്നും ഉണ്ടായിട്ടില്ല. പൊതുവായി മറ്റു മണ്ഡലങ്ങളിൽ നടന്ന വികസനങ്ങൾ മാത്രമാണ് താനൂരിലും ഉണ്ടായിട്ടുള്ളത്. തൻ്റേതായി എടുത്തു പറയാൻ കഴിയുന്ന ഒരു പദ്ധതിയും കൊണ്ടുവരാൻ നിലവിലെ MLAക്ക് സാധിച്ചിട്ടില്ലെന്നും റൌഫ് പറഞ്ഞു. ബഹുമാന്യനായ ഇന്നത്തെ നമ്മുടെ മന്ത്രി അദ്ദേഹം കഴിഞ്ഞ തവണ MLA ആയിരുന്ന വേളയിൽ ഒട്ടനവധി വികസന കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കി എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ മണ്ഡലത്തെ സംബന്ധിച്ച് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് അസന്നിഗ്ധമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മാനിഫെസ്റ്റോ നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങളാണ് തീരദേശ ഹൈവേ. അത് തുടങ്ങി അവസാനിച്ചിടത്ത് പറവണ്ണയിൽ തന്നെ നിൽക്കുകയാണ്. താനൂർ മണ്ഡലത്തിലേക്ക് കടന്ന ആ ഒരു ഭാഗം തൊട്ട് പൂരപ്പുഴ വരെ ഒന്നും ചെയ്തിട്ടില്ല. തീരദേശ ഹൈവേയെ സംബന്ധിച്ച് ഒരു കാര്യവും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഒരു ചെറിയ കാര്യമാണ് ഒട്ടുംപുറം പാലം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2011-2016 കാലയളവിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇവിടുത്തെ MLA ആയിരിക്കുന്ന സമയത്താണ് ആ പാലത്തിൻ്റെ വർക്ക് പൂർത്തിയാക്കിയത്. 1 കിലോമീറ്റർ പോലുമില്ല, മനസ്സിലാക്കണം, 1 കിലോമീറ്റർ പോലുമില്ലാത്ത അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് 5 വർഷം കിട്ടിയിട്ട് പോലും അദ്ദേഹം ഭരണകക്ഷിയുടെ MLA ആയിട്ട് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കനോലി കനാൽ നവീകരണം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, എന്നെ പോലെ തന്നെ ഈ നാട്ടുകാരായ നിങ്ങളൊക്കെ തന്നെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നതാണ് ഈ ബീച്ച് റോഡ്. ബീച്ചിനെയും ടൗണിനെയും ബന്ധിപ്പിക്കുന്ന കൂനൻ പാലം പൊളിച്ച് കളഞ്ഞുകൊണ്ട് 5 കോടിയുടെ ഒരു പുതിയ പാലം അദ്ദേഹം കൊണ്ടുവരുന്നു എന്നാ പറഞ്ഞത്. എവിടെയാ പാലം? ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ കോടതിയെ വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടതിനാലാണ് കോടതിയിൽ നിന്ന് പ്രതികൂല വിധി ഉണ്ടായത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന CPM ഇത്തരം വിഷയങ്ങളിൽ തുടർന്ന മൗനം മുസ്ലിം ജനവിഭാഗത്തോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയാണെന്നും CPM പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണെന്നും അദ്ദേഹം പറഞ്ഞു. 80-20 എന്ന ആ ഒരു പ്രപ്പോർഷണറി റേറ്റ് വെച്ചിട്ട് ഈ 20% അവകാശം പറഞ്ഞ ആളുകൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ സിസ്റ്റം മാറ്റണം. ഇതിനെ സംബന്ധിച്ച് 80-20 എന്ന ആനുപാതികം തെറ്റാണ്. ഈ 2 കമ്മ്യൂണിറ്റീസിൻ്റെയും ആനുപാതികമായ രീതിയിൽ ഇതിനെ വിഭജിക്കണം, അതിനനുസരിച്ച് ആനുകൂല്യം കൊടുക്കണം എന്ന് പറഞ്ഞൊരു കേസ് വന്നപ്പോൾ
വളരെ നിർഭാഗ്യകരമായ സ്റ്റാൻഡാണ് മൈനോറിറ്റീസിൻ്റെ നിലപാടിന് വേണ്ടി എന്നും നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തത്. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MP അഷ്റഫ് അഡ്വക്കേറ്റ് PP റൌഫിനൊപ്പം ഉണ്ടായിരുന്നു.